ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ്. വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധങ്ങളുടെ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. അമൽ, എത്രത്തോളം പ്രവർത്തക പങ്കാളിത്തം ആ പ്രതിഷേധത്തിൽ ഉറപ്പിക്കാൻ അവിടുത്തെ കോൺഗ്രസിന് കഴിയുന്നുണ്ട്? ആരോഗ്യ മേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധം എന്നൊക്കെയുള്ള ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് മുന്നിലേക്കാണ് ആ പ്രതിഷേധം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പുരോഗമിക്കുന്നു. നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷം സഭയിലും പുറത്തുമൊക്കെ ഈ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിനെ നേർക്കുനേർ ലക്ഷ്യമിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പല ഏറ്റുമുട്ടൽ സഭയ്ക്കുള്ളിൽ ആരോഗ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നമ്മൾ കണ്ടതാണ്, കോവിഡ് മരണത്തിൻ്റെ കാര്യത്തിലടക്കം. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്തും കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ അവിടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഡോക്ടർ ഹാരിസ് ഹസൻ്റെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നതും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ആ പ്രതിഷേധ ശക്തി കൂടുന്നുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ഇപ്പോൾ പ്രതിഷേധം ഇന്ന് നടത്തുകയാണ് കേരളത്തിൽ. അമൽ സുരേന്ദ്രൻ തുടരുന്നു. അമൽ, കേൾക്കാമോ? അവിടെ എനിക്ക് തോന്നുന്നു ആ പ്രതിഷേധത്തിന് അത്യാവശ്യം പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ ജില്ലാ കോൺഗ്രസിന് കഴിയുന്നുണ്ട്, അമൽ, അല്ലേ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ധാരണയും മാർച്ചും നടക്കുകയാണ്. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിലേക്കാണ് TN പ്രതാപൻ നേതൃത്വത്തിൽ ഒരു മാർച്ച് ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പ്രതിഷേധ ധർണയാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ TN പ്രതാപൻ സംസാരിക്കുകയാണ്. ഈ സംസ്ഥാന വ്യാപകമായിട്ട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം, ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനമെല്ലാം അവതാളത്തിലാണ് എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധമെല്ലാം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തുറന്നു പറച്ചിലിനെ തുടർന്നാണ് ഇത്തരം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇന്നലെ തന്നെ 24 ബ്രേക്ക് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു. ചേലക്കര താലൂക്ക് ആശുപത്രിയില് അവിടെ ഒരു രോഗിയുടെ മുറിവുമായി വന്ന ഒരു രോഗിയെ മരകഷ്ണം കാലിൽ തറച്ചു കയറിയ രോഗിയുടെ മുറിവ്, ആ കഷ്ണം മുറിവിനുള്ളിൽ തന്നെ വെച്ച് തുന്നിക്കെട്ടി വിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഈ ഒരു പ്രതിഷേധം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹാഷ്മി. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിലെ വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അവിടെ TN പ്രതാപനടക്കം അനിലക്കര അടക്കമുള്ളവർ ആ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുമാണ് ജയശങ്കർ ചേരുന്നത്. ജയശങ്കർ, പത്തനംതിട്ടയിലെ പ്രതിഷേധം തുടങ്ങിയോ? അവിടെയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കാൻ അതത് ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങൾ കഴിയുന്നുണ്ട്. പത്തനംതിട്ടയിലെ കാഴ്ച എങ്ങനെയാണ്, ജയശങ്കർ? അശ്മി, അല്പസമയം മുമ്പാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് എത്തിയത്. വൻ ജനപങ്കാളിത്തമാണ് ഈ മാർച്ചിലുള്ളത്. സമീപകാലത്ത് പത്തനംതിട്ടയിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടികൾ വലിയ ആൾക്കൂട്ടം ഈ മാർച്ചിലുണ്ട്. അത്രമാത്രം ആളുകൾ എന്തായാലും എത്തിയിട്ടുണ്ട്. അടൂർ പ്രകാശാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയം മുമ്പ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജിലേക്ക് കയറാനൊരു ശ്രമം നടത്തിയ ഘട്ടത്തിൽ പോലീസുമായി വാക്കേറ്റമുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ഉൾപ്പെടെ ഈ പ്രവർത്തകർ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബാരിക്കേഡ് ഉൾപ്പെടെ ഈ ഒരു സമരത്തിൽ പ്രവർത്തകർ മറച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. ബാരിക്കേഡ് ഉൾപ്പെടെ മറച്ചിട്ട് അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. ആ ബാരിക്കേഡ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡ് ഉൾപ്പെടെ മറച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ വലിയൊരു പങ്കാളിത്തോടു കൂടിയാണ് മാർച്ച് നടക്കുന്നത്. നിലവിൽ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടമുണ്ട്. കാരണം ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇത് UDFന്റെ ഭരണകാലത്ത് അടൂർ പ്രകാശ് കൊണ്ടുവന്നൊരു മെഡിക്കൽ കോളേജാണ്. പിന്നീട് ഈ മെഡിക്കൽ കോളേജ് LDF ഭരണകാലത്ത് വലിയ തോതിൽ വികസന മുരടിപ്പ് ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായി എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം നടക്കുന്നത്. വൻ ജനപങ്കാളിത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധമാണ്. ഈ മാർച്ച് അല്പസമയത്തിനകം തന്നെ ഇവിടെ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും വലിയൊരു പങ്കാളിത്തത്തോടുകൂടി വലിയൊരു പ്രതിഷേധം തന്നെയാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ആളുകൾ ഇവിടെയുണ്ട്. ഈ മെഡിക്കൽ കോളേജിൻ്റെ വികസന മുരടിപ്പ് അത് തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം. നമുക്കറിയാം, ഈ പലപ്പോഴും ഈ കോന്നി മെഡിക്കൽ കോളേജിൽ വരുന്ന പല കേസുകളും കോട്ടയത്തേക്ക് റെഫർ ചെയ്ത് നൽകേണ്ട ഒരു സാഹചര്യം പൊതുവിലൂടെ ഉണ്ട്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു പുതിയ മെഡിക്കൽ കോളേജായിട്ട് പോലും ഇവിടെ നടന്നിട്ടില്ല. അതെല്ലാം ഉയർത്തിക്കാണിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്കും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കുറഞ്ഞ 5 വർഷങ്ങളായിട്ടുണ്ട്. കുറേ അധികം രോഗികൾ എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ ദിവസം ഒരു 1000-ൽ താഴാതെ കുറയാതെ രോഗികൾ അവിടെ വരുന്നതാണ്. അവിടെ ഇപ്പോഴും കിടത്തി ചികിത്സയൊക്കെ വളരെ പരിമിത സൗകര്യങ്ങളേ ഉള്ളൂ. 10, 30, 50 ഒക്കെ പരമാവധി കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോഴും അവിടെ ഉള്ളൂ. ജയശങ്കർ, അതുതന്നെയാണ് ആശ്മി. UDF ഭരണകാലത്ത് ആരംഭിച്ച തുടക്കമിട്ട ഒരു മെഡിക്കൽ കോളേജാണ്. LDF തുടർഭരണം വന്ന് 9 വർഷമായി LDF ഇവിടെ ഭരിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ വരുന്ന നല്ലൊരു ശതമാനം കേസുകളും കോട്ടയത്തേക്ക് റെഫർ ചെയ്ത് വിടേണ്ട ഒരു റഫറിംഗ് മെഡിക്കൽ കോളേജ് എന്ന തലത്തിൽ മാത്രം ഒതുങ്ങുകയാണ് കോന്നിയുടെ റോള്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വന്യമൃഗശല്യം ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. വനത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ പോലും നിരവധി കാട്ടുപോത്തുകളും മറ്റ് വന്യമൃഗങ്ങളൊക്കെ നിരവധി തവണ ഇവിടെ ഇറങ്ങി ആളുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നമ്മൾ പലപ്പോഴും ആ വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമില്ല. ഈ കോമ്പൗണ്ടിൽ ഇരട്ടിയാൽ വന്യജീവികളുടെ ആധിപത്യം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ മാർച്ച്. പത്തനംതിട്ട പോലെ ഒരു മലയോര വനത്തോട് ചേർന്നുള്ള ഒരു ജില്ലയെ സംബന്ധിച്ച് അവിടുത്തെ വികസനങ്ങൾക്ക്, അവിടുത്തെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായിട്ട് പോലും ആ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ ദാരുണമായി കിടക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പണികൾ ഓരോ ഘട്ടമായി പോകുന്നതെന്ന് സർക്കാർ പറയുമ്പോഴും പൂർണ്ണമായി ഫംഗ്ഷൻ ആവുന്ന രീതിയിൽ പൂർണ്ണമായി ഇവിടെ രോഗികളെ ചികിത്സിച്ച് അവരെ ഭേദമാക്കി അവരെ സുഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഈ കോന്നി മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നത്. അവിടെ കോന്നി മെഡിക്കൽ കോളേജ് അങ്ങേയറ്റം ബാലാരിഷ്ടതയിൽ തുടങ്ങി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. പേരിനൊരു മെഡിക്കൽ കോളേജ് എന്നതിനപ്പുറം കാര്യമായ അവിടെ കുറേയധികം രോഗികൾ അവിടെ അങ്ങോട്ടേക്ക് വരുന്നതുമാണ്. നമുക്ക് നേരിട്ടറിയാവുന്ന സ്ഥലവും നേരിട്ടറിയാവുന്ന മെഡിക്കൽ കോളേജൊക്കെ ആണത്. അവിടെ ആകെ ഈ കിടത്തി ചികിത്സയ്ക്കുള്ള വളരെ പരിമിതമായ സൗകര്യങ്ങൾ 10, 50 ഒക്കെ 50 ഉണ്ടെങ്കിൽ മഹാഭാഗ്യം. അപ്പോൾ അവിടെയും കോന്നി മെഡിക്കൽ കോളേജിന് മുമ്പിലും വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. കേരളം ഒട്ടാകെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ മണിക്കൂറുകളാണ്.